ഞാനേ എന്തുവാ എന്നെ ഇവിടെ ലവന്മാർ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പം ഈ എൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന എൻ്റെ പാസ്പോർട്ട് ഇല്ലേ അജേഷ് എന്നല്ലയോ എൻ്റെ പേര്, വൈദ്യരുടെ മോൻ അജേഷ്, അവൻ ഇതിനകത്ത് കയറി എൻ്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയി. ഇവിടെ ഞാൻ എടുത്തിട്ട് ഇപ്പം പാസ്പോർട്ട് എടുത്തിട്ട് അവൻ അന്നേരം ഇവിടെ നിൽക്കുമായിരുന്നു, അവൻ അങ്ങനെ എടുത്തോളൂ, ഞാൻ അറിയുന്നില്ല എടുക്കുന്നത്. പിന്നെ കാണാൻ ഇപ്പം കൊണ്ടു തന്നു, അല്ലാതെ കോടതി പറഞ്ഞു അത് എന്തോന്നു എങ്ങനെയാണെന്നറിയുമ്പോൾ അവനെ കൊണ്ടുവരിച്ചു പാസ്പോർട്ട്. അവൻ പറഞ്ഞെന്തോ, അവൻ അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞു, അവൻ പറഞ്ഞെന്തോ പാസ്പോർട്ട് വെച്ച് കാശ് എടുത്തെന്നില്ലേ പറഞ്ഞു. എന്തോ 10,000 രൂപ വേണമെന്നോ 5,000 രൂപ വേണമെന്നോ പറഞ്ഞു പാസ്പോർട്ടിന്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തില്ലയോ? ഞാനില്ലായിരുന്നു, പോലീസിൽ പരാതി കൊടുത്ത് അവനെന്റെ പാസ്പോർട്ട് തന്ന്. കുട്ടൻ എന്ന് പറയുന്നവൻ സുബ്രഹ്മണ്യൻ ഇവിടെ വിളിച്ച് പറയുന്നത് ഞാൻ എൻ്റെ വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണം. ആർക്കാണെന്നറിയത്തില്ല, ആർക്കാണ് ഞാൻ വസ്തു എഴുതി വെച്ചത്? അവൻ കാണാൻ ആരാ അവനൂടെ ഒരു പൂത്തിയുടെ തന്തമില്ല. എന്നാലും ഞാൻ ചോദിച്ചില്ല, ഉടനെ നിന്റെ തന്തമില്ല എന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ, എനിക്ക് വലിയ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ നിന്റെ തന്ത ചോദിച്ചു. അവൻ അനങ്ങുന്നില്ലല്ലോ. ലാമൂട്ടിലെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന അവനോ എന്തുവാ എൻ്റെ തന്ത വലിയ തന്തയുടെ ജോലി എന്തുവായിരുന്നു, കാളവണ്ടിക്കാരൻ്റെ, അവൻ്റെ വീട്ടിൽ കൊണ്ട് ഞാൻ വെച്ചായിരുന്നു എൻ്റെ പ്രമാണം. അവൻ്റെ തന്തയല്ല അമ്മയുടെ അപ്പന്, അമ്മയുടെ അപ്പനല്ലേ കാളവണ്ടിയും കൊണ്ട് നടന്നത്. അവന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ വെച്ചായിരുന്നു എന്റെ പ്രമാണം. നീ വെച്ചാൽ ഇവിടെ കോടതിയിലല്ലേ? ഞാൻ എൻ്റെ പ്രമാണം കോടതി, അതുകൊണ്ടാണ് ഇടിച്ചു പൊളിച്ച് കയറി വന്നത്. എൻ്റെ പ്രമാണമൊക്കെ കൊണ്ടുപോയി സ്ക്രിപ്റ്റഡ് കഥ, എന്തുവാ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുന്ന പോലെ സ്ക്രിപ്റ്റഡ് കഥയുണ്ടാക്കി ഞാൻ എൻ്റെ പ്രമാണം വെച്ച് കാശെടുത്ത് തിന്നെന്ന് വരുത്താനായിരുന്നു ശ്രമം മുഴുവൻ. അതൊന്നും നടന്നില്ല അവന്. എൻ്റെ പ്രമാണം കോടതിയിലിരുന്നത് കൊണ്ട് അതിനാ പിന്നെ പാസ്പോർട്ട് കഥ ഉണ്ടാക്കിയത്. പാസ്പോർട്ട് വെച്ച് കാശെടുത്തെന്ന് എൻ്റെ വീട്ടിൽ കയറി പാസ്പോർട്ട് മോട്ടിച്ചോണ്ട് പോയേച്ച്. പ്രമാണം നോക്കിയത് കണ്ടില്ല, കാണാതുകൊണ്ട് പിന്നെ പാസ്പോർട്ടാക്കി. എല്ലാവരും ചോദിച്ച് ചിരിക്കുക, പാസ്പോർട്ട് വെച്ച് ആര് കാശ് തരുമെന്ന്.